ഇപ്പോൾ പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കേരള ഹൗസിൽ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ കേരളത്തിലേക്കുള്ള യാത്രയിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആർ അച്യുതൻ ഇവർക്കൊപ്പം ഡൽഹിയിലെ കേരള ഹൗസിലുണ്ട്. അച്യുതൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അച്യുതൻ, ഈ കുട്ടികളുടെ യാത്രയെല്ലാം സേഫാണോ? പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കെ സി വേണുഗോപാൽ സംസാരിച്ചെന്നൊരു വാർത്ത അല്പം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ പാകിസ്ഥാന്റെ പ്രകോപനം തുടർച്ചയായ ഘട്ടത്തിൽ, അതായത് ഈ അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രശ്നം രൂക്ഷമായതോടുകൂടി ആശങ്കയിലായത് ഒരു കൂട്ടം മലയാളി വിദ്യാർത്ഥികളാണ്. അവർ ഇപ്പോൾ കേരള ഹൗസിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു ഭീതി നിറഞ്ഞു നിന്ന പ്രദേശങ്ങളിൽ നിന്നും അവരിപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം, ഡൽഹിയിലെ ഒരു കേരള ഹൗസിൻ്റെ കോൺഫറൻസ് ഹാളിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉള്ളത്. അവരോട് തന്നെ നമുക്ക് ആ മേഖലയിൽ നിന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, അവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടേക്ക് ഇപ്പോൾ കേരള ഹൗസിൽ എത്തിയിരിക്കുന്നത്, തുടർന്ന് ഇനി നാടുകളിലേക്ക് അവർക്ക് മടങ്ങേണ്ടതുണ്ട്. നമുക്ക് തന്നെ ചോദിക്കാം, എങ്ങനെയായിരുന്നു നിലവിലെ സാഹചര്യങ്ങൾ? ഇവിടെ നിന്നാണ് ഞങ്ങൾ പഞ്ചാബിലായിരുന്നു. അപ്പോൾ അവിടെ മൊത്തം പാനിക് ആ സിറ്റുവേഷൻ. അപ്പോൾ വീടുകാർ ഇതൊക്കെ കണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ രാവിലെ എത്തി ഇവിടെ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞ് എങ്ങനെയും വരാമെന്നൊക്കെ. നിങ്ങൾ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ ഇപ്പം കോളേജുകൾ, അതിൻ്റെ പരിസരത്തെങ്ങാനും ഇത്തരത്തിൽ ഇപ്പം പാകിസ്ഥാൻ്റെ തുടർച്ചയായ ഷെല്ലാക്രമണമുണ്ട്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നിരീക്ഷിച്ചിരുന്നു? നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. കാരണം ഡിഫൻസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മിസൈൽസിനെല്ലാം ഷോട്ട് ഡൗൺ ചെയ്തു, അതുകൊണ്ട് ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇൻ കേസ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു പേടി കാരണമാണ്. ബേസിക്കലി വേറെ ഞങ്ങളെല്ലാവരും സേഫാണ്. ഇപ്പോൾ ന്യൂസ് ചാനൽസിൽ ഇപ്പോൾ ഇതൊക്കെ വരുന്ന കാണുമ്പം വീട്ടുകാർ പേടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. എല്ലാവരും സേഫ് തന്നെയാണ്. ഒരു റിസ്ക് എടുക്കണ്ട, അതുകൊണ്ട് സേഫായിട്ട് നാട്ടിൽ പോവുക എന്നുള്ളൊരു തീരുമാനമാണ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. പഞ്ചാബിൽ നിന്ന് എങ്ങനെയാണ് ഈ ഡൽഹിയിലേക്ക് എത്തിയത്? ആ യാത്രയ്ക്ക് എങ്ങനെയായിരുന്നു? നമ്മൾ സ്വന്തം ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നിട്ടിപ്പോൾ നമ്മൾ സ്വന്തം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നാളെ പോകും. അവിടെ ഈ പ്രത്യേകിച്ച് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായാണ് പഞ്ചാബിൽ, ഇപ്പം ജമ്മു കാശ്മീരിൽ നമ്മുടെ മലയാളികളുണ്ട്, അവിടെയൊക്കെ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക മനസ്സിലില്ലേ? ആദ്യമേ ഇതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നൊന്നും വന്നിട്ടില്ലായിരുന്നു, ഒരു റെസ്പോൺസും വന്നിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് അതിന് മുമ്പ് തന്നെ കുറേ പേർ നാട്ടിൽ പോയി. സോ അപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരു തോന്നലുണ്ട്, ഇപ്പം നാട്ടിൽ പോവുകയാണെങ്കിൽ കുറേ റീഅപ്പിയർ വരും. സോ അത് പെട്ടെന്ന് എഴുതിയെടുക്കുന്ന കുറച്ച് ടാസ്ക്കാണ്. സോ എല്ലാവരും അവിടെ തന്നെ നിൽക്കാനായിരുന്നു മാക്സിമം ട്രൈ ചെയ്തത്. ബട്ട് പിറ്റേ ദിവസം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്ന് ഓൺലൈനിൽ നമുക്ക് പരീക്ഷ എഴുതാമെന്ന്. സോ എല്ലാവരും നാട്ടിൽ വന്നു. ഈ ഷെല്ലാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോളേജുകൾ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചതെന്ന് അറിയുന്നു. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ സംബന്ധിച്ച് ഇപ്പോൾ ഓൺലൈൻ ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതല്ലേ? നമ്മുടെ എക്സാം ടൈമാണ്, സ്റ്റഡി ലീവാണ് ഇപ്പോൾ നടക്കുന്നത്, ഓൺഗോയിങ്. അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസത്തേക്ക് 9 to 12 നമ്മുടെ എക്സാംസ് ഷെഡ്യൂൾ ചെയ്തത് ഫുള്ള് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ളത് കുട്ടികൾ എല്ലാവരും നാട്ടിൽ പോകുന്നതുകൊണ്ട് അത് ഓൺലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ഭാവിയിൽ അവർക്ക് ആശങ്കയുണ്ട്. പക്ഷേ കോളേജ് അധികൃതർ കൃത്യമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അതിർത്തി മേഖലകളിലടക്കം പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണം, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ രൂക്ഷമായതോടുകൂടിയാണ് ഇപ്പോൾ കോളേജുകൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നിലവിൽ കേരള ഹൗസിൽ 70ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഡൽഹിയിലെ തന്നെ സുർജിത് ഭവനിൽ കൂടി ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൂടി എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്ന് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ കേരള ഹൗസിലുള്ളത്. എന്തായാലും അവർ സ്വന്തം ചെലവിൽ കാശ് മുടക്കി അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. ഇനി തിരികെ നാടുകളിലേക്ക് മടങ്ങുന്നതും അതേ സ്വന്തം ചെലവിൽ തന്നെയായിരിക്കും. കാരണം അത്രയും കഷ്ടപ്പെട്ട് അവർ ആ ഭീതി നിറഞ്ഞു നിന്ന സാഹചര്യത്തിൽ നിന്നാണ് അവരിപ്പോൾ ആശ്വാസ തീരത്തിലേക്ക് എത്തി എന്ന ഒരു സന്തോഷം മനസ്സിലുണ്ടെങ്കിൽ കൂടിയും അവരുടെ ഭാവി സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ, പ്രത്യേകിച്ച് അതിർത്തിയിലടക്കം ഇത്തരത്തിൽ പാക് പ്രകോപനം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ആശങ്കകളുണ്ട്. എന്തായാലും ഭരണകൂടങ്ങൾ അത് ഉണർവോടുകൂടി പ്രവർത്തിക്കുന്ന മണിക്കൂറുകളാണ്. അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്കും നൽകി. അവർ പറഞ്ഞത് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായ നടപടികൾ അത് സ്വീകരിച്ച് വരുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കേണ്ടത്. എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ നാടുകളിലേക്ക് മടങ്ങുകയാണ്. ഓക്കെ.
ആർ അച്യുതനാണ് ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് നമുക്കിപ്പം ചേർന്ന്. ജമ്മു കാശ്മീരിലെയും അതുപോലെ തന്നെ പഞ്ചാബിലെയും ഒക്കെ തന്നെ വിദ്യാർത്ഥികൾ സേഫായി യാത്ര ചെയ്യാൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാതാപിതാക്കൾക്കൊക്കെ കുറച്ച് ആശ്വാസമായി കാണും. വളരെ ആങ്സൈറ്റിയോടെ കുറേ മാതാപിതാക്കൾ കേരളത്തിലുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ സൈന്യവും നമ്മുടെ ഭരണാധികാരികളും ഒക്കെ തന്നെ ഇവരുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വയ്ക്കും. നിങ്ങൾ ഈ വാർത്താ ചാനലുകൾ വഴി വാർത്തകൾ കേട്ടിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ഡൽഹിയിലൊക്കെ തന്നെ വളരെ സാധാരണ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നറിയുക.